എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും സുസാനയെയും നയൻടേലിനെയും കമ്പൈൻ ചെയ്ത് വലിയൊരു ആയുധം തന്നെ ക്രിയേറ്റ് ചെയ്യും. നറൂട്ടോയ്ക്കാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. അതിന് സാസുക പറയും, നിന്റെ നയൻടേലിന്റെ മേലെ എന്റെ സുസാനയെ ഉപയോഗിച്ച് ഞാനൊരു ഹാമർ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് പുതിയ ജിപ്സുവോ പവറോ ഒന്നുമല്ല, ഓൾറെഡി പണ്ടുള്ളവര് ഇത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് മാതുരയും ഇതേ പവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതേസമയം കാക്കാഷി മാസ്റ്റർക്കാണെങ്കിൽ മാസ്റ്ററിന്റെ കണ്ണില് ഒരുപാട് വേദന അനുഭവപ്പെടും. മാത്രമല്ല കുട്ടപ്പനെയും സാസുകയെയും അവരെ രണ്ടുപേരെയും ഒരേ ഫ്രെയിമില് അവന് കാണാൻ കഴിയും. അതായത് ഒബീട്ടോ അവൻ എന്ത് കാണുന്നോ അത് തന്നെയായിരിക്കും ഇപ്പൊ കാക്കാഷി മാസ്റ്ററും കാണാ. ഒബീട്ടോ വീണ്ടും ശക്തമായിട്ട് വിളിച്ചു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡ്രീം വേൾഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഒബീട്ടോ അവരിപ്പോ വലിയൊരു റാഡ് ഉപയോഗിച്ച് ഒരു ചെറിയ സ്റ്റെപ്പ് അതങ്ങനെ മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ കാക്കാഷിക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേ എന്നൊന്നും മനസ്സിലാവില്ല. ഒബീട്ടോ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞ കാര്യങ്ങള് അത് തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ആളുടെ മനസ്സിൽ മുഴങ്ങി കേൾക്കുക. ഒബീട്ടോ പറയും, ഇപ്പൊ എനിക്ക് ഹൃദയമില്ല, ഇവിടെ വെറും ഒരു ദ്വാരം മാത്രമാണ്. ഇവിടെ നീ എന്തുപയോഗിച്ചാ ഫില്ല് ചെയ്യുക? നിന്നെ കൊണ്ടിത് ഫില്ല് ചെയ്യാൻ കഴിയോ? സോ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്ക്. എന്റെ കൂടെ ഞാൻ പറയുന്ന ആ ഡ്രീം വേൾഡിലേക്ക് വരണം. എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കണം. കട്ട് ചെയ്ത ഒബീട്ടോ അവൻ പറയും, ഇതാണ് സ്ക്വാഡ് ലാഡർ. ഇതുപയോഗിച്ച് എനിക്ക് പലതും ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇത് സാക്ഷാൽ സേജ് പവറാണ്. ഇതിനൊന്ന് ടച്ച് ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചോച്ചി ഷിനോ അവർക്കെല്ലാം തന്നെ ഇപ്പൊ എന്തോ ഒന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ നറൂട്ടോ അവന്റെ പവർ വെച്ച് അവരെ എല്ലാവരെയും കുട്ടപ്പന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇവിടെ നറൂട്ടോ അവൻ സാസുകയോട് പറയും, അടുത്ത അടി ആ ഒരു അടിയില് ഒബീട്ടോ മരിക്കണം. പിന്നെ ഒരിക്കലും ഒബീട്ടോ തിരിച്ചു വരാൻ പാടില്ല. അവനത് പറയുമ്പോ തന്നെ ഇപ്പൊ നയൻടേലിന്റെ ബോഡിയിൽ നിന്ന് റസൻഗൺ പവർ അത് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. ഇവിടെ ഒബീട്ടോ അവനാണെങ്കിൽ ആ ഒരു സ്ക്വാഡും എടുത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജനങ്ങളെയും ഷിനോബികളെയും എല്ലാവരെയും നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അത് കണ്ട് നയൻടേല് അത് അലറാൻ തുടങ്ങും. അതേസമയം ലോങ് ഷോട്ടില് ഈനോ ഷിനോ ഷിക്കമരു അങ്ങനെ എല്ലാവരും ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. ആ 9 പേരും ഇപ്പൊ 9 ഭാഗത്തായി അങ്ങനെ നിൽക്കും. അവരുടെ തൊട്ടു മുൻപില് ഓരോ റസൻ ഗണ്ണും അവരുടെ ബോഡിയിലും കുട്ടപ്പന്റെ ബോഡിയിലുള്ളതുപോലെ നയൻടേലിലെ ഒരു കോട്ട് അതങ്ങനെ വന്ന് വീഴും. നറൂട്ടോ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ റസൻഗൺ പവർ തന്നിട്ടുണ്ട്. ആ ഒരു റസൻഗൺ പവർ അത് നിങ്ങളെടുത്ത് ആ ഒബീട്ടോ അവനൊരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് പതിപ്പിക്കണം. ഷിനോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഞങ്ങളെ കൊണ്ട് അതിന് കഴിയോ? നറൂട്ടോ പറയും, തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ കോമ്പറൻസ് ആണ്. സോ നിങ്ങളെ കൊണ്ട് മാത്രമേ ഇത് കഴിയൂ. നാറൂട്ടോ അത് പറയേണ്ട താമസം അവർ 9 പേരും ഇപ്പൊ റസൻഗൺ പവർ അതൊന്നൊന്നായി തൂക്കിയെടുത്ത് ഒബീട്ടോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബാരിയറിന്റെ മേലെ അങ്ങനെ ആഞ്ഞടിക്കും. അടിച്ച അടിയില് ആ ഒരു ഷീൽഡ് അതങ്ങനെ തകർന്നു പോവും. ഇവിടെ ഒബീട്ടോ ആണെങ്കിൽ അവന്റെ സേജ് വെപ്പനുമായിട്ട് അങ്ങനെ പാഞ്ഞെടുക്കും. അപ്പോഴായിരിക്കും അവനൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരിക. റിൻ മരിച്ചതിന് ശേഷവും ഒബീട്ടോ അവൻ റിവഞ്ച് എടുക്കാതെ കാക്കാഷി മാസ്റ്റർ കൂടെ തന്നെ ലീഫ് വില്ലേജിൽ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ അവൻ മുൻപോട്ട് ജീവിക്കും? അവന്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അവൻ ഒരു സെക്കൻഡ് ആലോചിക്കും. അപ്പൊ അതേസമയം അവൻ കാണും കാക്കാഷിയും അവനും അവർ രണ്ടുപേരും റിന്നിന്റെ കല്ലറയുടെ മുൻപിൽ നിന്ന് അങ്ങനെ പൊട്ടിക്കരയാണ്. പിന്നീട് കാലഘട്ടങ്ങൾ കടന്നു പോകുന്തോറും എല്ലാവരെ പോലെ വലിയൊരു ഷിനോബിയായി അവൻ മാറും. ഒടുവിൽ വില്ലേജിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹൊക്കാഗെയായി വരെ അവൻ മാറുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ ഒബീട്ടോ അവൻ ഷോക്കാവും. ഞാനെന്തിനാ ഇങ്ങനെയുള്ള ഡ്രീംസ് ഒക്കെ ഇപ്പൊ കാണുന്നേ? എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ സ്ക്വാഡിലേക്ക് നോക്കും. ആ സ്ക്വാഡ് അതിന്റെ ഓരോ ഭാഗമായിട്ട് ഇപ്പൊ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് ആ സ്ക്വാഡ് മുഴുവനായിട്ടും തകർന്ന് ഒബീട്ടോയുടെ വയറുഭാഗം അതിപ്പോ 2ആയിട്ട് കട്ടാവും. ഉടനെ ഒബീട്ടോയുടെ ബോഡിയിലുണ്ടായിരുന്ന ആ ബീസ്റ്റുകള് അതിപ്പോ അലറിക്കൊണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇവിടെ നയൻടേലിനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. വാവ്, ഒടുവില് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് അവര് മുഴുവൻ റിലീസായി പുറത്തേക്ക് വന്നു കഴിഞ്ഞു. മറ്റൊന്നും ആലോചിക്കാനില്ല, എത്രയും പെട്ടെന്ന് അവർ അബ്സോർബ് ചെയ്യണം. നറൂട്ടോ ആണെങ്കിൽ സൺ ഗോക്കു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് ആലോചിക്കും. നറൂട്ടോ സൺ ഗോക്കു ആയിട്ട്
ഫീസ്റ്റ് ബോംബ് അടിച്ച് അവന്റെ എല്ലാ ഫീലിങ്സും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ അവൻ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ എല്ലാം തന്നെ ഇപ്പൊ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഉടനെ അവറ്റകൾ പറയും, ഫോർത്ത് ഡേയില് നീയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളോട് പറഞ്ഞു. ആ വിശ്വാസത്തിലാണ് നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് നിന്നിൽ വിശ്വസിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് എത്തിയത്. ഉടനെ ആ ബീസ്റ്റുകൾ മുഴുവൻ കുട്ടപ്പന് നേരെ കൈനീട്ടും. നാറൂട്ടോ ടെയിൽഡ് ബീസ്റ്റ് അടിച്ച് വീണ്ടും അവർ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇത്തവണ വൺ ടൈലിനെയും എയ്റ്റ് ടൈലിനെയും കുട്ടപ്പനെ കൊണ്ട് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയില്ല. കുട്ടപ്പൻ ഒരുപാട് നേരം അതിനെ അബ്സോർബ് ചെയ്യാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ കുട്ടപ്പനെ കൊണ്ട് അതിന് കഴിയില്ല. അപ്പോഴായിരിക്കും ഗാറ അവൻ അവിടേക്ക് ചാടി വീഴുക. ഗാറ അവന്റെ സാൻഡ് പവർ വെച്ച് വൺ ടൈലിനെയും എയ്ത്ത് ടൈലിനെയും പിടിച്ചു വലിക്കും. പക്ഷെ അവനെ കൊണ്ടും മുഴുവനായിട്ടും അവർ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കില്ലർ ബി അവൻ അവിടേക്ക് വരും. കില്ലർ ബി പറയും, ആ എയ്ത്ത് ടൈല് അത് എന്റേതാണ്, സോ അവനെ അബ്സോർബ് ചെയ്യാൻ എനിക്കാവുന്നു പറഞ്ഞ് അടുത്തായിട്ട് കില്ലർ ബി ആയിരിക്കും ഇപ്പൊ എയ്ത്ത് ടൈലിനെ അബ്സോർബ് ചെയ്യുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നയൻ ടൈലിനെ കാണിക്കും. അതാണെങ്കിൽ ബാക്കിയുള്ള ബീസ്റ്റുകളുടെ പവർ മാക്സിമം ഫോഴ്സിൽ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നയൻ ടൈൽ കുട്ടപ്പനോട് പറയും, നമ്മൾ എത്രത്തോളം സ്പീഡിൽ ഇവറ്റകൾ അബ്സോർബ് ചെയ്യുന്നോ അത്രത്തോളം സ്പീഡിൽ ഒബീട്ടോടെ പവർ ഇല്ലാതെയാവും. പിന്നെ ഒബീട്ടോടെ ബോഡിയിൽ അവശേഷിക്കുക ആ 10 ടൈലിന്റെ വേറും ഒരു ഷെല്ല് മാത്രമായിരിക്കും. അതിനുശേഷം മരത്തിൽ പാതി വിരിഞ്ഞ ആ ഒരു പൂവ് അതങ്ങനെ വീണ്ടും ഒരു മൊട്ടായി മാറി മരത്തിലേക്ക് തന്നെ തിരികെ പോവും. പിന്നീട് ആ ഇൻഫിനിറ്റി സുക്കനോമി അത് വർക്ക് ചെയ്യില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ വലിയ മരം അതിന്റെ കൺട്രോൾ മുഴുവനായിട്ടും ഇപ്പൊ ഒബീട്ടോടെ കയ്യിൽ നിന്ന് പോവും. അതിന്റെ വളർച്ച മുരടിച്ച് അതങ്ങനെ സ്റ്റോപ്പ് ആവും. ഷിക്കമൊരു പറയും, ഇതാണ് പറ്റിയ അവസരം, നമ്മുടെ പവർ അത് കാണിക്കാനുള്ള കറക്റ്റ് സമയം. നമ്മുടെ ബോഡിയിലുള്ള കുറച്ച് പവർ അതെല്ലാം ചേർത്ത് വെച്ച് ഒരു വലിയ പവറാക്കി മാറ്റി എത്രയും പെട്ടെന്ന് നമുക്കും ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങണം. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഫുൾ ഫോഴ്സിൽ ആ ബീസ്റ്റുകളെ മുഴുവൻ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ ഒബീട്ടോടെ മനസ്സിലെ വേദനകളും ചിന്തകളും അതൊക്കെ തന്നെ ഇപ്പൊ നറൂട്ടോയായിട്ട് കണക്റ്റ് ആവും. റിന്നു ആയിട്ടുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങള്, അവന് റിന്നിനോടുള്ള ഇഷ്ടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നറൂട്ടോയ്ക്കും ഒന്നും ഇടാതെ ഇപ്പൊ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം നറൂട്ടോയുടെ ലൈഫ് പോലെ തന്നെയായിരുന്നു ഒബീട്ടോയുടേതും. ഒബീട്ടോയ്ക്ക് റിന്നിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സാകുറയ്ക്ക് സാസുകയെ എത്രമാത്രം ഇഷ്ടമായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു റിന്നിന് കാക്കാഷിയോടുള്ള സ്നേഹം. അവർ രണ്ടുപേരും നറൂട്ടോയുടെയും ഒബീട്ടോയുടെയും സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചു. കുട്ടപ്പനാണെങ്കിൽ ഒബീട്ടോയെ കാണുമ്പോ ഇപ്പൊ അവന്റെ ഫേസ് തന്നെ ഓർമ്മ വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒബീട്ടോ അവൻ റിന്നിന്റെ ബോഡി കെട്ടിപ്പിടിച്ച് കരയുന്നതും അവളെ നഷ്ടപ്പെട്ട വേദനയില് ഓരോ ദിവസവും അവൻ വേദനയിൽ കഴിയുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് ഇപ്പൊ നറൂട്ടോ പൊട്ടിക്കരയും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒബീട്ടോ അവനാണെങ്കിൽ കുട്ടപ്പന്റെ ശ്രദ്ധ തെറ്റി എന്ന് മനസ്സിലാക്കിയ സമയം വീണ്ടും ഫുൾ ഫോഴ്സില് ആ ബീസ്റ്റുകളെ അവന്റെ നേർക്ക് വലിക്കും. സാസുക നറൂട്ടോ എന്ന് നിലവിളിച്ച് അങ്ങനെ എടുത്തു ചാടി ആ ബീസ്റ്റുകളെ വീണ്ടും കുട്ടപ്പന് നേർക്ക് വലിക്കും. സാസുകയുടെ തൊട്ടു പിന്നാലെ നമ്മുടെ 9 പേരുള്ള ആ ഒരു ടീം അവരും അവരുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. മിനിട്ടോ ആളവിടേക്ക് ചാടി വീഴും. ആളുടെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ള ആലയന്റെ ഷിനോബീസും അവരെല്ലാവരും ചേർന്ന് മിനിട്ടോടെ പവർ ഉപയോഗിച്ച് ആ ബീസ്റ്റുകളെ അതിനെ വീണ്ടും കുട്ടപ്പനോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ പിടിച്ചു വലിക്കും. ഒബീട്ടോ വീണ്ടും അതൊക്കെ കണ്ട് നറൂട്ടോയെ നോക്കും. അപ്പൊ നറൂട്ടോയ്ക്ക് പുറകിലായി ഒരു വലിയ ഷിനോബി വേൾഡ് തന്നെ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നത് അവൻ കാണും. ഒബീട്ടോ ഒന്ന് തിരിഞ്ഞു നോക്കും. അവന്റെ പിന്നില് ആരുമില്ല. ഒബീട്ടോയ്ക്കാണെങ്കിൽ നറൂട്ടോയെ കാണുമ്പോ അവനെ തന്നെ ഓർമ്മ വരും. നറൂട്ടോ ഒബീട്ടോയോട് സംസാരിക്കാൻ തുടങ്ങും. നീയും എന്നെപ്പോലെ തന്നെയാണ്, വലിയൊരു സ്വപ്നത്തിന് പിന്നാലെയാണ് നീ ജീവിച്ചത്, ഒരു ഹൊക്കാഗെ ആവണം എന്നുള്ള സ്വപ്നം. നിന്നെപ്പോലെ തന്നെയാണ് ഞാനും, എനിക്കും ഒരു വലിയ ഹൊക്കാഗെയായി മാറണം. ഒരു കാലത്ത് എല്ലാവരാലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും മാത്രം കിട്ടി ജീവിച്ചവനാണ് ഞാൻ. പക്ഷെ അതൊന്നും എന്റെ വഴികളിൽ എനിക്കൊരു തടസ്സമായിരുന്നില്ല. നീ ഇപ്പോ ഒരു ഫേക്ക് വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്റെ പപ്പയുടെ സ്റ്റുഡന്റ് ആണ്, കാക്കാഷി മാസ്റ്ററിന്റെ ഫ്രണ്ടാണ്, ഈ ലീഫ് വില്ലേജിന്റെ ഒരു പവർഫുൾ ഷിനോബിയാണ്. നീയാണ് സാക്ഷാൽ ഒബീട്ടോ ഉച്ചിഹ. നിന്റെ ഫേസിലെ ആ ഒരു മാസ്ക് അത് പറിച്ചെറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നറൂട്ടോ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.